അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സീലിങ്ങിൽ ഒരു 1 വാട്ട് ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ ഒരു 5 വർഷം പഴക്കമുള്ള ഒരു വീട്ടിൽ ഒരു 3 പോയിന്റ് ഉണ്ടാവും സീലിങ്ങിൽ, ഹാളിൽ. അതിൽ ഒന്ന് ഫാന്, നടുക്ക് ഫാനും അപ്പുറം ഇപ്പുറം ഓരോ പോയിന്റും കൂടി ഉണ്ടാവും. അതിൽ നമുക്ക് 1 വാട്ട് ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലൈറ്റാണ് 1 വാട്ട് ലൈറ്റ്. ഇതാണ് 1 വാട്ട്. ഇതിന് ഒന്നിന് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സീലിങ്ങിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 1 പൈപ്പ് വേണം, ഓരോ തുണ്ട് പൈപ്പ്. ആ 1 പൈപ്പിൽ നമുക്ക് ലേശം ഒന്ന് ബ്ലാക്കിലൊന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. അതിൽ കാണാൻ അത്ര നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കുക. അപ്പോൾ നമുക്കിത് ഈ കളർ ലൈറ്റാണ് നമ്മൾ രണ്ടെണ്ണം, ഒന്ന് വൈറ്റും ഒന്ന് പിങ്കും ആണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഹാളിൽ വലിയ ലൈറ്റുകളൊന്നും ഇട്ട് കുട്ടികൾ അങ്ങനെ എങ്ങനെയൊന്നും ഇടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഒരു കറണ്ട് ബില്ല് കമ്മിയാവും. 1 വാട്ട് ലൈറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടാമത്തേതിലോ ഒന്ന് ചുറ്റി കൊടുക്കുക. കളർഫുള്ളായിരിക്കും. അപ്പോൾ നമുക്കിതിപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അത് കാരണം ആവശ്യമില്ലാണ്ട് ലൈറ്റ് ഇട്ടിട്ടിരിക്കില്ല. അപ്പോൾ ഇതായി നമ്മൾ സീലിങ്ങിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റും. ഇതാണ് ഒരു 1 വാട്ട് ലൈറ്റ്. അടുത്തത് നമ്മൾ സീലിങ്ങിൽ സീലിങ്ങിൽ ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്കിൽ ചേർത്തിട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് ഇതിങ്ങനെ വെക്കും. ഓക്കെ, ഇനി നമുക്ക് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് അത്രേ. അത് വയർ ഇതിൻ്റെ ആ ലൈറ്റ് എടുത്ത് മാറ്റുക, പോക്കറ്റിൽ വെക്കുക. ആ വയറിന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ജംഗ്ഷനിലൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിക്കുക. അപ്പം നമുക്കതിൽ ടേപ്പ് അടിച്ച് നിർത്താം. ആ ഹുക്കിൽ ഇതെങ്ങനെ എടുക്കുക, ടേപ്പ് അടിച്ച് നിർത്തുക. ഇത് തീർച്ചയായിട്ടും നമുക്ക് കറണ്ട് ബില്ലൊക്കെ കമ്മിയാക്കുക. എന്താ പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റാണിത്. അതുകൊണ്ട് കുട്ടികൾ ഏത് നേരം ഈ ലൈറ്റ് ഇട്ടിട്ടേ ഇരിക്കുള്ളൂ. ഹാളിൽ 2 ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വെളിച്ചം ഉണ്ടാവും. 2 വാട്ടാവും. അപ്പോൾ ഹാളിൽ ഒരു ട്യൂബ് പറഞ്ഞാൽ 20 വാട്ട് ട്യൂബാണ്. അപ്പോൾ നമുക്ക് അതല്ല ആ കണക്ടറിലേക്ക് ലൈറ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് 2 എണ്ണം ഫിറ്റ് ചെയ്യാം. ഇത് പിങ്ക് കളറാണ്. ഇനി ഒന്ന് അപ്പുറത്തൊന്ന് കൊടുക്കാൻ പോണത് വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഓൺ ആക്കാം. പിങ്ക് കളർ വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഈ ബൾബ് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ടി വി ഒക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ് ഇട്ടിട്ട് കണ്ടാൽ മതി. ഇത്തിരി രാത്രി ആകുമ്പോൾ വേണമെങ്കിൽ ഈ ലൈറ്റ് തന്നെ ഇട്ട് വെക്കാം. അങ്ങനെ തള്ളിയിട്ട് അങ്ങനെ ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്കിനി അപ്പുറത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണ്. ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 3 വയർ ഉണ്ടാവും, 4 വയർ ഉണ്ടാവും. ഇതിപ്പോൾ 2 വയറുണ്ട്. അത് ന്യൂട്രൽ ആയിരിക്കും. ഇത് ഫേസുമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലൈറ്റ് ഇങ്ങനെ കൊടുക്കണു, ഈ ഹുക്കിൽ ചേർത്തി വെക്കണു, ടേപ്പ് അടിക്കണം. ടേപ്പ് ബ്ലാക്ക് കളർ ടേപ്പാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ബ്ലാക്ക് കളർ ടേപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വീടുകളും ഓരോ മാസം ബില്ല് വരുമ്പോൾ കമ്മിയാവുന്നതായിരിക്കും. എന്താ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റാണ് ഇത്. ഇത് വൈറ്റ് കളറാണ്. അപ്പോൾ ടേപ്പ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ലൈറ്റ് ഇവിടെ ജോയിൻ്റ് ആണ് അടിക്കുന്നത്, കണക്ടർ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു വയറുള്ളത് ഫേസ് വയറാണ്, 2 വയറുള്ളത് ന്യൂട്രൽ വയറാണ്. അപ്പോൾ അത് അങ്ങനെ കൊടുത്ത സേഫ്റ്റി. ന്യൂട്രൽ തന്നെ ഇടിപൊട്ടുമ്പോഴൊന്നും ലൈറ്റ് അടിച്ചു പോവില്ല. അതൊരു ഗുണമാണ്. ന്യൂട്രൽ തന്നെ ഫേസിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതൊരു സേഫ്റ്റി ആയിരിക്കും നമുക്ക്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം അല്ലേ.
അപ്പോൾ നമ്മൾ 2 ലൈറ്റും ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് 1 വാട്ട് ലൈറ്റ്. നല്ല വെളിച്ചം ഉണ്ടാവും. ഇനി ഇത് വൈറ്റ് കളറാണ്. ഇത് പിന്നെ ഇപ്പുറത്തുള്ള പിങ്ക് കളറാണ്. നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഇത് എത്ര വെളിച്ചം ഉണ്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അതാണ് പിങ്ക് കളർ. ആ പിങ്ക് കളറിൻ്റെ നേരെ ചുവട്ടിലാകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും പിങ്ക് കളറായിട്ട്. ഇനി വൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ പിങ്ക് ആയിരിക്കും. ഇപ്പോൾ വൈറ്റ് ഓണാണ്. അത് നോക്കണ്ട, വൈറ്റിൻ്റെ അവിടെ നല്ല വെളിച്ചം ഉണ്ടാവും മുകളിലേക്കായിട്ട്. അപ്പോൾ ഈ 1 വാട്ട് ലൈറ്റ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.